നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈത്തപ്പഴവും അതുപോലെ ഗോതമ്പ് പൊടിയും കൂടെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ കുക്കറിലാണ് വേവിച്ചിട്ടെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ശർക്കരയാണ് നമ്മളിതിൽ പ്രധാനമായിട്ട് ചേർക്കുന്നത്. ഞാനിവിടെ ഇതുപോലത്തെ രണ്ട് ചെറിയ കട്ട ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 100 ഗ്രാം ശർക്കര ഉണ്ടാവും. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഇത് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം ആറിക്കിട്ടും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത്. ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെക്കുക. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് തന്നെ ചേർക്കുന്നതാണ് ഇതിന് കുറച്ചുകൂടെ നല്ലത്. നെയ്യ് ഒഴിച്ച ശേഷം ഞാനതിലേക്ക് തേങ്ങ ചെറുതായിട്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. തേങ്ങ നിങ്ങൾക്ക് ഇതുപോലെ കടിക്കുന്ന ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മളത് കഴിക്കുന്ന സമയത്ത് ഈ തേങ്ങാക്കൊത്തൂടെ അതിൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ തേങ്ങ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നട്ട്സും ചേർത്തിട്ട് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നട്ട്സ് ഓൾറെഡി വറുത്തുള്ളതുകൊണ്ട് ഞാനിവിടെ വറുക്കുന്നില്ല. നട്ട്സും ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതും വറുത്തെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഏത്തപ്പഴമാണ്. ഞാനിപ്പോൾ ഒരു വലിയ ഏത്തപ്പഴം എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അത് നമുക്ക് ഈ നെയ്യിലൊന്ന് വാട്ടിയിട്ടെടുക്കണം. അപ്പോൾ ഒരുപാട് അങ്ങ് വെന്തുടയണ്ട. നമ്മളൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലിടുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പച്ചപ്പ് ഉണ്ടാവും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതുകൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഇഷ്ടമുള്ള അളവിൽ ചേർക്കാം കേട്ടോ. തേങ്ങ എത്രത്തോളം കടിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു സ്നാക്കിന്. അപ്പോൾ തേങ്ങ കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് പൊട്ടും അധികം ഈ പഴത്തിൻ്റെ ഒരു ചെറിയൊരു മധുരമല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറുതായിട്ടൊരു പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ പഞ്ചസാരയൊക്കെ മതി. അപ്പോൾ ആ ഒരു തേങ്ങയ്ക്കും ആ ഒരു പഴത്തിനും ഒരു ചെറുതായിട്ടൊരു മധുരം വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പിന്നെ ഓൾറെഡി ശർക്കര ഒഴിക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് മധുരം ചേർത്താൽ മതി ഈ ഒരു സമയത്ത്. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുക്കുക. അതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ശർക്കര പാനി നമ്മൾ അരിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്, അത് ചേർക്കണം. അപ്പോൾ ശർക്കര പാനി ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മധുരം ഒത്തിരി കൂടും എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1/4 ഭാഗമൊക്കെ ചേർത്തിട്ട് ബാക്കി ലാസ്റ്റ് ചേർത്താലും മതി. എന്നിട്ട് ഇത് കട്ടയില്ലാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1 കപ്പ് വെള്ളവും കൂടെ വേണ്ടി വരും. എന്നാലേ ആ മാവ് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വെള്ളവും കൂടെ ചേർത്തിട്ട് കട്ടയില്ലാതെ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കട്ടിയുണ്ട് ഇതിന്. മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചത് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയൊരു പരുവത്തിലാണ് നമ്മുടെ മാവുള്ളത്. ഇതിലേക്ക് നമുക്ക് ഇനി പഴത്തിൻ്റെ മിക്സ് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് പഴത്തിൻ്റെ ഭാഗം നമ്മൾ മുകളിലിടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ഇതിൻ്റെ ഉള്ളിലിടാൻ വേണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ മാവ് കുറച്ച് കട്ടിയാവും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ ഒരു സമയത്ത്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും അതുപോലെ ഞാൻ കുറച്ച് കാഷ്യൂനട്ട് വറുത്തതും ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് ഒന്നുകൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ കുറച്ചൊരു ലൂസായിട്ടുള്ള ബാറ്ററാണ്. ഈ ഒരു പരുവട്ടോ, ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് കട്ടിയും വേണ്ട. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് വേണ്ടത്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മധുരമൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ കുക്കറിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കുക്കർ വെച്ച് നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. കുക്കർ നമ്മൾ കലത്തപ്പമൊക്കെ വേവിക്കുന്ന പോലെയാണ് കേട്ടോ കുക്കറിൽ. എന്നിട്ട് കുക്കർ നന്നായി ചൂടായി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ മാവ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം ഹൈയിൽ വെച്ചിട്ട് വേണം നമ്മൾ മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കേണ്ടത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ല ചൂടായ കുക്കറിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന പഴവും അതുപോലെ തന്നെ നട്ട്സും തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം സൈഡിലൊക്കെ കണ്ടില്ലേ ആ എണ്ണയ്ക്ക് ഇങ്ങനെ വരാനായിട്ട് തുടങ്ങും.
അപ്പോൾ ആ ഒരു സൈഡൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വെന്ത് വരാനായിട്ട് തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്കിത് അടക്കാം. അപ്പോൾ അടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വിസിലിടരുത്, കുക്കറിൻ്റെ വിസിലിടാതെ നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ അടച്ച ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് കുറയ്ക്കുക. ഫുൾ ഫ്ലെയിമിലൊന്നും വെക്കരുത്, ഒരു ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെയാണ് എടുക്കുക അത് വേകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ മുകളിൽ നിന്ന് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ആവിയൊക്കെ വന്നിട്ട് വെള്ളമൊക്കെ തെറിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഇത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് തുറന്ന് നോക്കിയിട്ട് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു കത്തി വെച്ചിട്ട് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ചൂടാറിയ ശേഷം ഇത് കുക്കറിൽ നിന്ന് പുറത്തേക്ക് എടുത്താൽ മതി. ഞാനിനി ഇത് ഒന്ന് മുറിച്ചുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഉള്ളിൽ ആ പഴവും അതുപോലെ തേങ്ങയും കൂടെ വരുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് കുക്കറിൽ വേവിച്ചിട്ട് എടുക്കണമെങ്കിൽ ആവിയിൽ ഒഴിച്ചും ഇത് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിലും നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനൊരു വേറെ ടേസ്റ്റാണ്. നമ്മളിതുപോലെ കുക്കറിൽ വേവിക്കുമ്പോൾ ശരിക്കും ഒരു കലത്തപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു.